കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനും എന്നാൽ പൊതുജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു നല്ല മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. എല്ലാവർക്കും ഒരു ബഹുമാനം തോന്നുന്ന ഒരു വ്യക്തിത്വം. പൊതുജന നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം എന്നും നിലകൊണ്ടിരുന്നത്. കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടി എന്നത് ഒരു മുഖ്യമന്ത്രിയേക്കാൾ ഉപരി ഒരു കൂടപ്പിറപ്പ് പോലെയാണ് തോന്നിയിട്ടുള്ളത്. കേരള ജനതയ്ക്ക് അദ്ദേഹം എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയിൽ നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കല്ലെറിഞ്ഞ കേസിൽ ശിക്ഷ അനുഭവിച്ചയാളെയാണ് CPM അടുത്തു വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. കണ്ണൂരിൽ ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡായ പള്ളിച്ചാലിലാണ് ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട ബിജുകുമാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. പ്രഖ്യാപനത്തെ തുടർന്ന് ബിജു നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ച് ആദ്യഘട്ട പ്രചരണവും നടത്തിയിരുന്നു. എന്നാൽ പിന്നീടാണ് ഇയാൾ ഇത്തരത്തിലൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളാണെന്ന് CPM നേതൃത്വം കണ്ടെത്തിയത്. ശിക്ഷാവിവരം മറച്ചുവെച്ചാണ് ബിജുകുമാർ LDF സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചത്. 2ാം ഘട്ട പ്രചരണം നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ വിഷയം ചർച്ചയായത്. ചെറുകുന്ന് ലോക്കൽ കമ്മിറ്റിയിലും പാപ്പിനിശ്ശേരി ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും ഈ സംഭവം വലിയ ചർച്ചാ വിഷയമായി മാറി. പിന്നാലെ ബിജുകുമാറിനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റുകയും പകരം K മോഹനനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിലൂടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്ഥാനാർത്ഥിയാകാൻ ഉദ്ദേശിക്കുന്ന ആളെ കുറിച്ച് യാതൊരു തരത്തിലും CPM അന്വേഷണം നടത്താറില്ല. കൂടാതെ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രിയെ ഇപ്പോഴും CPM ഭയപ്പെടുന്നുവെന്നും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ജനങ്ങളുടെ ക്ഷേമത്തിനായി ഒരുപാട് നല്ല പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. എന്നാൽ ഇടത് സർക്കാർ അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടാനുള്ള ഒരവസരവും പാഴാക്കിയില്ല. അതിനുവേണ്ടി സോളാർ കേസ് എന്ന ഇല്ലാക്കഥ ഉമ്മൻചാണ്ടിക്കെതിരെ മെനഞ്ഞുണ്ടാക്കി ക്രൂശിക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ ആ കേസ് അധികം നാൾ നിലനിന്നില്ല. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയത് തെറ്റായിപ്പോയെന്ന് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം CPM-ന് മനസ്സിലാവുകയും ചെയ്തു. അതേസമയം ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ കേസിൽ പ്രതിയായ COT നസീർ തന്നെ ഇല്ലാതാക്കാൻ CPM ശ്രമിച്ചതായി ആരോപിക്കുന്നു. പാർട്ടിയിലെ നേതാക്കളുടെ പ്രസംഗത്തെ തുടർന്നാണ് ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞതെന്ന് നസീർ പറയുന്നു. പാർട്ടിയുമായി അകന്നു നിന്നിരുന്ന തന്നെ തകർക്കാൻ പല വിധേനയും CPM ശ്രമിച്ചുവെന്നും കുടുംബത്തെയും ഇതിലേക്ക് വലിച്ചിടാൻ ശ്രമിച്ചുവെന്നും നസീർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി J. വിമൽ കഴിഞ്ഞ ദിവസം കേസിൽ നിന്നും നസീറിനെ കുറ്റവിമുക്തനാക്കിയിരുന്നു. ഇങ്ങനെ CPM-നെതിരെ ഓരോ കേസുകളും ചുരുളഴിഞ്ഞു വരുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്താകും സംഭവിക്കുകയെന്ന് കണ്ടു തന്നെ അറിയാം.